മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിശ്ചയമായ കാർദ്ദവമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്ക് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1202 ആണ്ട് നമ്മുടെ ഈ ഒരു വർഷം ചിങ്ങമാസത്തിൽ എന്താണ് പറയുക, വാർഷിക ഫലമെന്നും പറയാം, ചിങ്ങമാസത്തിലെ പൊതുവായിട്ടുള്ള നല്ലൊരു ഫലങ്ങളെന്നും പറയാം. അതിൽ 27 നാളുകാർക്ക് എങ്ങനെ ഉണ്ടെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേൾക്കുക. ആദ്യം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാനിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ആരുമായിട്ടും പറഞ്ഞിട്ടില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവരും ഞാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ കൊള്ളാം. ഇതൊരു പുതിയ ചാനലാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ്. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ആ തിരുവാതിര നക്ഷത്രം 10ാം ഭാവത്തിൽ ശനി ഇരിക്കുന്ന സമയമാണ്. ശനി 10ാം ഭാവത്തിലും കർക്കിടകത്തിൽ അല്ലെങ്കിൽ മിഥുനൻ രാശി കൂറാണ്. ആ മിഥുനൻ രാശിയുടെ 2ൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. നിധികോശ ധനായാന രക്ഷകാനർത്ഥ രാശിയാണ്. അപ്പോൾ നിധിയും മറ്റു കാര്യങ്ങളും വെച്ചാൽ ധനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. ധനങ്ങളൊക്കെ ഉണ്ടാകാം, സ്ഥാവരജംഗ വസ്തുക്കളൊക്കെ ഉണ്ടാകാം, പുതിയ തൊഴിലുണ്ടാകാം, തൊഴിലിൽ നിന്ന് അഭിവൃദ്ധി ഉണ്ടാകാം. അതൊക്കെ ഉണ്ടാകാൻ കായിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഉന്നത ഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറ്റൊരു കാര്യങ്ങളോട് കിടപ്പുണ്ട്. കണ്ടകശനി എന്ന് പറയുന്ന 10ലെ ശനി. ശനി എന്ന് പറഞ്ഞാൽ മോശമുള്ള ആളൊന്നുമല്ല, എല്ലാം തരുകയും ചെയ്യും, എല്ലാം അതുപോലെ അങ്ങ് നശിപ്പിക്കും. അതാണ് ഈ ശനിയുടെ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ശനിയെ നമ്മൾ ബലമായിട്ട് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ശനിയുടെ തടസ്സങ്ങളെ അല്ലെങ്കിൽ സൂചനകൾ കണ്ടുകൊണ്ട് ആ ശനിക്ക് ശാസ്താവിനും ശിവനുമുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ നവഗ്രഹത്തിന് പൂജ നടത്തുക, അതിൽ ശനി ഉണ്ടെങ്കിൽ ശനിക്ക് പൂജ നടത്തുക. ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നവഗ്രഹ പൂജ നടത്തി ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ചിങ്ങമാസത്തിലെ വിവാഹം നടക്കാൻ താമസമുള്ളവർക്ക് വിവാഹം നടക്കാനുള്ള യോഗസാധ്യതയുണ്ട്. മത്സ്യബന്ധനക്കാർക്ക് നല്ല രീതിയിൽ ധനം ഉണ്ടാക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾക്ക് ചിലപ്പോൾ അടിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഉദര സംബന്ധമായിട്ടോ നെഞ്ച് സംബന്ധമായിട്ടോ മുഖ സംബന്ധമായിട്ടോ ഉള്ള രോഗങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ. അതിന് ഡോക്ടറെ വൈദ്യനെയൊക്കെ കാണുക, അതിൽ ദേവാലയത്തിൽ കൂടെ പോയി ആ പരിഹാരങ്ങളൊക്കെ കാണുക. അതുപോലെ വസ്തു തർക്കങ്ങളോ അതിര് തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ജോലിയിൽ തന്നെ കൂടെ നിൽക്കുന്നവർ തന്നെ നിങ്ങൾക്ക് ശത്രുവാകേണ്ടതായിട്ടുള്ളൊരവസ്ഥയെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതലേ അതൊന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫലമായിട്ട് ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ വരുന്നതായിട്ടുള്ള വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ വിദ്യ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ, ചില പാസ്സൊക്കെ ആയി നിൽക്കുന്ന ആൾക്കാർക്ക് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസോ നീറ്റോ ഒക്കെ അങ്ങനെയൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് അത് പാസ്സാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. പിന്നെ ചില വിഷയങ്ങളിലൂടെ ചില അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടുള്ള കീറുക, മുറിക്കുക, താഴെ വീഴുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരാഗ്രഹ ബന്ധനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരാഗ്രഹ ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ തന്നെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോവുക, ഒരു പോലീസുകാരെ കൈ നീട്ടി ഒരു വെറ്റി അടയ്ക്കുക, അല്ലെ കോടതിയിലൊന്ന് കയറുക, വെറുതെ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ബന്ധുഗുണങ്ങളോ അമ്മാവിൽ നിന്ന് മാതൃസ്ഥാനത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള സ്വത്ത് വിഭവങ്ങളൊക്കെ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അതിലൊരു ജ്യോതിഷിയെ കണ്ട് ആ ജ്യോതിഷി പറയുന്നതനുസരിച്ചുള്ള ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ തടസ്സങ്ങളിൽ നിന്ന് മാറിക്കിട്ടാനും ഈ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ മാറി ഒരു ഐശ്വര്യം തരാനും നിത്യം നാമജപിക്കുക. ഒരു ക്ലിപ്ത സമയത്തിൽ അല്ലെ കൃത്യമായിട്ടുള്ള നാമജപങ്ങളും സന്ധ്യാവന്ദനങ്ങളും ഉദയത്തിന് വന്ദനങ്ങളും ഒക്കെ കഴിച്ചു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ദുരിതമില്ലാത്ത ആരുമില്ല. ആ ദുരിതങ്ങളത്തെ കാഠിന്യത്തെ കുറേയേറെ നമുക്ക് കുറച്ച് നന്മയിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾക്ക് അന്യദേശവാസം ഉണ്ടാകുക, സന്താനങ്ങൾക്ക് ധനപരമായിട്ടുള്ള വിഷയം ഉണ്ടാകുക, പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുക, പുതിയ വിവാഹം നടക്കുക, പുതിയ വീട് വയ്ക്കണമെന്ന് വെച്ചാൽ അത് നടക്കുക, വീട് മോടി പിടിപ്പിക്കണമെന്ന് വെച്ചാൽ അത് നടക്കുക, അല്ലെങ്കിൽ അതൊരു എക്സ്റ്റൻഷൻ പണിത് മാറ്റണമെന്നുള്ള
പിന്നെ അത് നടക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുള്ള ഒരു സമയങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. ബാക്കിയൊക്കെ മേളിരിക്കുന്ന ഈശ്വരൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്ക് വേണ്ട നിസ്സീമമായ നന്ദി. ശ്രേഷ്ഠമായ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുണ്ടാകട്ടെ. അതുപോലെ തന്നെ ശ്രീപത്മനാഭൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ചാനലാണ്. നന്ദി, നമസ്കാരം.